നമസ്കാരം. യാത്രാചരിതത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വ്യത്യസ്തത കൊണ്ട് പ്രശസ്തനായ അല്ലെങ്കിൽ വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ, വരുമാന മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. കൃഷിയിൽ വ്യത്യസ്ത പുലർത്തുന്ന ശ്രീ ലൈജു, മാനത്തൂർ മേടക്കൽ വീട്ടിലെ ലൈജുവിനെ പ്രേക്ഷകർക്കായി ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം ലൈജു. എന്തൊക്കെ കൃഷികളാണ്, എങ്ങനെയൊക്കെയാണ് താങ്കളുടെ കൃഷി രീതികൾ, ഇതൊക്കെ ഒന്ന് പറയാമോ? എല്ലാ കൂട്ടം കൃഷിയുണ്ട്. വാഴയുണ്ട്, കപ്പയുണ്ട്, എല്ലാ കൃഷിയുണ്ട്. മെയിനായിട്ട് പൂച്ചട്ടികളാണ് അല്ലേ? ചെടികളെയാണ് ഭയങ്കര ഇഷ്ടവും അവയോടുള്ള താല്പര്യവും. എത്ര കാലമായിട്ട് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്? 12 വർഷമായിട്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു അനുഭവം? ആളുകൾ കൊണ്ടുപോകുന്നുണ്ടോ? വരുന്നുണ്ട്. ഞാൻ വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അല്ലാതെ ബോർഡ് വെച്ചുള്ള ബിസിനസ് ആയിട്ടില്ല. പിന്നെ എനിക്കൊരു താല്പര്യം, ഒരു ഇഷ്ടം. ഒത്തിരി പേർക്ക് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. നമ്മളതിനൊരു വണ്ടിക്കൂലി ഒന്നും മേടിക്കാം, നമുക്കൊരു സന്തോഷം. ബൊഗൈൻവില്ല, ധാരാളം ബൊഗൈൻവില്ല. എത്ര ഇനത്തിൽപ്പെട്ട ബൊഗൈൻവില്ല ഇപ്പോൾ ചെയ്യുന്നുണ്ട്? ഇവിടെ 24 കളറുള്ളൂ ഇപ്പോൾ. അത് 20 വർഷമായിട്ടുണ്ട്. ഞാനിവിടെ ചെടിയുള്ളപ്പം പാലയിലൊക്കെ ഒരു നേഴ്സറി പോലും ഇല്ല. അത് കഴിഞ്ഞാണ് ഈ നേഴ്സറിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ചെടി കണ്ടിട്ട് അന്ന് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് കച്ചവടം ഏതാണ്ട് 20-24 ഇനങ്ങളിൽപ്പെട്ട ബൊഗൈൻവില്ല അദ്ദേഹം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പലായിലെ നഴ്സറികളിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ബൊഗൈൻവില്ല ഇഷ്ടപ്പെട്ട് അത് കൃഷി ചെയ്യുന്ന ഒരു കർഷകരാണ്. ഇതുകൂടാതെ ഇപ്പോൾ 10 മണി ചെടികൾ, ധാരാളം 10 മണി ചെടികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഈ ടയർ ചട്ടിക്കുള്ളിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ഈവൻ കുറ്റിക്കുരുമുളക് വരെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. കുറ്റിക്കുരുമുളക് വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് മൃഗപരിപാലന രംഗത്താണെങ്കിലും ആടുകൾ, മുയലുകൾ, കോഴികൾ, പശുക്കൾ, കാട, പിന്നെ പശുക്കളുണ്ട്. പശുക്കൾ, കാട, പോത്ത്, എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നതാണ്. അതെ. ഏതാ? പോത്തിന് ഏതാണ്ട് 70,000 രൂപയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോത്തിനെ ഇപ്പോൾ കൊടുത്തത്.
പുറത്തുനിന്ന് ടയർ വാങ്ങിക്കൊണ്ട് വന്ന് ടയർ ചട്ടികൾ നിർമ്മിച്ച് ഇതിനകത്തെല്ലാം ചെടികൾ അദ്ദേഹം വെക്കുന്നുണ്ട്. ആവശ്യക്കാർ ഇത് കണ്ട് ഈ ഭംഗി കണ്ട് കയറി വരുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഇതിൻ്റെ കസ്റ്റമേഴ്സ്. തിരുവനന്തപുരം ഈയിടെ കാസർഗോഡ് ഒക്കെ ഇവിടുന്ന് ചട്ടി കൊണ്ടുപോയിട്ടുണ്ട്. വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തിനൊരു 300 ചട്ടിയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ട് 300 ചട്ടി. രാമരത്തൊരു ചേട്ടന് ഒരു സാറാ, പുള്ളി 100 ചട്ടി എടുത്തു. പുള്ളി ഒരു വെഹിക്കിൾ എത്ര ദിവസം കൊണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റും? ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ അല്ലെ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില നിലവാരം? ഞാനത് ഈ പറയുന്ന വലിയ വിലയൊന്നും, ഈ പെയിൻ്റൊക്കെയാണ് 4 കോട്ട് പെയിൻ്റ് അടിക്കുന്നത്. അപ്പം ഈ പെയിൻ്റ് ആണെങ്കിലും 500-600 അടുക്ക വില ഒരു ലിറ്ററിന്. ഞാൻ ഏറ്റവും നല്ല പെയിന്റ് മേടിച്ചാ അടിച്ച എല്ലാവർക്കും. ചട്ടികളുടെ ഭംഗി കണ്ടാൽ അറിയാം, എത്രയോ വർഷങ്ങളായിട്ടിരിക്കുന്ന ചട്ടികളാണ്. കാരണം ആർക്കും അതിൻ്റെ അകത്തൊരു കംപ്ലൈൻറ്റ്, കാരണം നല്ല പെയിന്റ് മേടിച്ചാൽ നമ്മൾ അടിക്കുന്നത്. അതായത് നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും താന്ന 200 രൂപയുടെ പെയിന്റ് ഉണ്ട്, അല്ല ഏറ്റവും നല്ല പെയിന്റ്, നല്ല വില കൂടിയ പെയിന്റ് മേടിച്ചടിച്ച് നന്നായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഈ ഒരു ചട്ടിയൊക്കെ എന്ത് വില? ഇതൊക്കെ ഞാൻ 400 രൂപ. ഇത്രയും വലിയ ഒരു ചട്ടി വെറും 400 രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ചട്ടികളുണ്ട്, ഇതിൽ വലിയ ചട്ടികളുണ്ട്, തീരെ ചെറിയ 2 വീലറിൻ്റെ ബൈക്കിൻ്റെയൊക്കെ ടയറുകൾ, അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ടയറുകൾ, ഓട്ടോയുടെ ടയറുകൾ, ഇതിലൊക്കെ അദ്ദേഹം ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഏത് ആവശ്യക്കാരുടെയും ആവശ്യം നിറവേറ്റുന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ ചെടിച്ചട്ടികൾ തയ്യാർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയൊക്കെ ഇത് ഓട്ടോറിക്ഷയുടെ അല്ലേ? സ്കൂട്ടറിൻ്റെ. ഈ ചെടിച്ചട്ടി എന്ത് വില വരുന്ന ചട്ടിയാ? 250 രൂപ. കണ്ടിക്കുമ്പോൾ അല്ലേ, കട്ടി കൂടിയതാ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെടിച്ചട്ടി നിർമ്മാണ രീതികൾ നമുക്കൊന്ന് കണ്ടു നോക്കാം.
നമ്മൾ കണ്ടിച്ചെടുത്ത പീസാണിത്. മേളിൽ നിന്ന് കണ്ടിച്ചെടുത്ത ശേഷം ഈ ടയർ തിരിച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചിട്ട ടയറിലേക്ക് ഇനി അത് അടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആണിയടിക്കും. അതിനുശേഷം ഇതുപോലെ കമ്പി പോകും. അടിയിൽ കമ്പി ഇതുപോലെ കമ്പി ക്രോസ് ആയിട്ട് പോകും. ഇത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പിന്നീട് പെയിന്റ് അടിക്കുന്നതൊക്കെ. ഓക്കെ, അതോടെ ഇതിൻ്റെ പണി പൂർത്തിയായി. ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് എത്ര ദിവസം? 2 ദിവസം കൊണ്ട് സെറ്റാവും. ഇതിപ്പോൾ ഏതളവിലുള്ള ടയർ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കുളങ്ങൾ, അതുപോലെ തന്നെ ഗപ്പിയൊക്കെ വളർത്താനായിട്ടുള്ള കുളങ്ങൾ, അതിനൊക്കെ വലിയ JCB ട്രാക്ടർ ടയറുകളൊക്കെ അതൊക്കെ മറിക്കാൻ സാധിക്കുമോ? പറ്റത്തില്ല. ഈ വലിയ ലോറിയുടെ ടയറൊക്കെ പറ്റും അല്ലേ? ഇപ്പോൾ ലോറിയുടെ ഒരു ടയർ കൊണ്ട് ഒരു കുളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചിലവ് വരും? അത് നമുക്കതൊരു 1000 രൂപയ്ക്കൊക്കെ നമുക്ക് ടയർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? മുകളിലാവും. എന്തായാലും മറ്റ് ടാങ്കുകളൊക്കെ ഉണ്ടാക്കുന്നതിലും വളരെ ചിലവ് കുറഞ്ഞ്, മറ്റ് ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്നതിലും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പോകത്തില്ല. ഇപ്പം ഈ സിമെന്റ് ചട്ടി എല്ലാം ഈ പാറപ്പൊടി ഇറങ്ങിയുണ്ട്, മുഴുവൻ പൊട്ടിപ്പോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചട്ടികളെല്ലാം പൊട്ടിപ്പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സൈഡൊക്കെ അടന്നങ്ങ് പോവാണ്. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം മാറി ഇതിലോട്ടാക്കി. ഇപ്പം വേറെ ഓടാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് മണ്ണ് മാറാനാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വേറെ മണ്ണ് നിറയ്ക്കാൻ പറ്റും. എളുപ്പമാണ്. ചട്ടിയേക്കാൾ എളുപ്പമാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഷെയ്ക്ക് വന്നാലൊന്നും പൊട്ടിപ്പോകത്തില്ലല്ലോ. ഒന്നും പോകത്തില്ല. താഴെ പോയാൽ പോലും പൊട്ടത്തില്ല. ഒരു കാരണവശാലും പൊട്ടത്തില്ല. കാരണം നമുക്ക് അത്ര ഉറപ്പാണ്. കാരണം ഞാൻ വേണം ആ ചട്ടി ഇട്ട് കാണിക്കാം. താഴോട്ട് പോയാലോ. ഇവിടെ ഈയിടെ ഒരു തെങ്ങ് വീണിട്ട് ഒന്നും പോയില്ല. ചെടി അങ്ങ് പോയതല്ല, ജസ്റ്റ് ഒന്ന് മടങ്ങി പോകത്തില്ലേ ഉള്ളൂ. അതുള്ളൂ. എന്തായാലും വളരെ ആദായകരമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിൽ, കൃഷി മേഖലയിൽ വളരെ വരുമാനം ഉണ്ടാക്കുന്ന ശ്രീ ലൈജു ഈ യാതൊരു കാരണവശാലും ഈ ചെടിച്ചട്ടി നശിച്ചു പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് ടയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് സിമെൻറ്റ്, കോൺക്രീറ്റ് ടയറുകൾ ചെടിച്ചട്ടികളൊക്കെ വരുമ്പോൾ അവയൊക്കെ കുറേ കഴിയുമ്പോൾ നശിച്ചു പോകാറുണ്ട് കാലപ്പഴക്കത്തിൽ. ഇതിന് എന്തായാലും ആ ഒരു ഡ്രോബാക്ക് ഇല്ല. കാരണം ഇത് ടയറാണ്. ഇതിൻ്റെ മുകളിൽ മരം വീണ് കഴിഞ്ഞാലോ അല്ലെ എന്തെങ്കിലും സംഭവിച്ചാലോ ആ ടയറൊന്ന് ജസ്റ്റ് ചുളുങ്ങുമെന്നല്ലാതെ വേറെ അതിനൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ എന്തായാലും പുതിയ മേഖല കണ്ടെത്തിയ ശ്രീ ലൈജുവിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.